വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ സ്വന്തമായൊരു ഇടം നേടിയ നടിയാണ് വിൻസി അലോഷ്യസ്. നായിക നായകൻ എന്ന ഷോയിലൂടെ കടന്നുവന്ന വിൻസി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം തേടിയ നടിയാണ്. എന്നാൽ കരിയറിൽ പെട്ടെന്നുണ്ടായ വിജയം തന്നെ അഹങ്കാരിയാക്കിയെന്നാണ് വിൻസി പറയുന്നത്. നസ്രാണി യുവശക്തി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം. സിനിമകൾ ഓരോന്നായി വന്നു തുടങ്ങി. കനകം, കാമിനി, കലഹം, ഭീമന്റെ വഴി, ജനഗണമന തുടങ്ങിയ സിനിമകളിൽ നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്തു. പിന്നീട് രേഖയിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. ആ വളർച്ചയിൽ രണ്ട് കാര്യങ്ങളുണ്ടായി. ആദ്യം അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. സക്സസ് കൂടി വന്നതോടെ അനുഗ്രഹം എന്നത് മാറി അഹങ്കാരമായി മാറി. എൻ്റെ കഴിവാൻ അവസരം കിട്ടാനുള്ള കാരണമെന്ന അഹങ്കാരമായിരുന്നു എനിക്കെന്നാണ് വിൻസി പറയുന്നത്. അവാർഡ് കിട്ടിയ ശേഷം ഇറങ്ങിയ എൻ്റെ സിനിമകൾ പരാജയമായിരുന്നു. ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല, അപ്പോഴും കഴിവിന് അവസരം വരുമെന്ന അഹങ്കാരമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ പോലും അറിയാത്തൊരു രഹസ്യം പറയാം. അഹങ്കാരം കയറി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു സിനിമ വന്നു. പക്ഷെ ഞാൻ ഒഴിവാക്കി വിട്ടു. ആ സിനിമ ഇന്ന് ക്യാൻസൽ എത്തി നിൽക്കുകയാണ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആയിരുന്നു ആ സിനിമ. എൻ്റെ അഹങ്കാരം കാരണം ഞാൻ ഒഴിവാക്കിയ സിനിമയാണിതെന്നും മിൻസി പറയുന്നു. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റേത്. ഉയരത്തിലായിരുന്നു ഞാൻ, ഇപ്പോൾ താഴെ വന്ന് നിൽക്കുകയാണെന്നും താരം പറയുന്നു. ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ ഉള്ളിൽ വിശ്വാസം വേണം, നന്മ ചെയ്യണം. അതൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയിരുന്നു. അതില്ലാത്ത സമയത്ത് ഞാൻ എവിടെയും എത്തിയിട്ടില്ല. ചെയ്യുന്നതിനുള്ളത് തിരിച്ചു കിട്ടും. 2 വർഷം സിനിമ ചെയ്യാതിരുന്ന ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്തുവെന്നും താരം പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും മലയാള സിനിമയിലെ വിവേചനത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. നമ്മൾ സിനിമയിൽ കാണുന്ന താരങ്ങൾ പലരും ഇൻസ്പിറേഷനായി കൊണ്ട് നടക്കാൻ പറ്റുന്നവരാകില്ല. നിങ്ങൾക്ക് ആരുടെയും വ്യക്തി ജീവിതം അറിയില്ല. സ്ക്രീനിൽ കണ്ട പരിചയമേ കാണുള്ളൂ. അവരുടെ ചിന്ത എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറെ മുഖംമൂടികൾ ഹേമ കമ്മിറ്റി മൂലവും തുറന്നു പറച്ചിലുകളിലൂടെയും പുറത്തു വന്നിരിക്കുകയാണെന്നാണ് താരം പറയുന്നത്. സിനിമാ മേഖല നവീകരിക്കുക എളുപ്പമല്ല. വിജയം ഭൂരിപക്ഷത്തിൻ്റെതായിരിക്കും. ഒറ്റയ്ക്ക് ശബ്ദമുയർത്തുന്നവരെ മാറ്റി നിർത്തും. ഒറ്റയ്ക്ക് നിന്നാൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ലെന്നും മിൻസി പറയുന്നു. താൻ വിശ്വാസത്തെ മുറുകെ പിടിക്കാനുണ്ടായ സംഭവവും താരം പങ്കുവെക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരും പിന്തുണയ്ക്കാനില്ലാതിരുന്ന നിമിഷമുണ്ടായിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും മുന്നിൽ വെച്ച് അമ്മ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീരുമാനിച്ചതാണ് ജീവിതത്തിൽ മുന്നേറണമെന്ന്. ഒരു സപ്പോർട്ടും കൂടെ ഇല്ലെങ്കിലും ദൈവം കൂടെ കാണുമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതെന്നാണ് വിൻസി പറയുന്നത്.